നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെക്കൻ കേരളത്തിലേക്ക് മഴ കുറവാണെങ്കിലും വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ശക്തമായി 8 ജില്ലകളിൽ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വടക്കൻ കേരളത്തിലെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലും മധ്യ കേരളത്തിലെ എറണാകുളം, തൃശൂർ, ആലപ്പുഴ എന്നീ ജില്ലകളിലുമാണ് നിലവിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അലേർട്ട് പ്രഖ്യാപിക്കാത്ത ജില്ലകളിലും സ്ഥിതി അതീവ ഗൗരവകരമാണ് എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇത്തരം ഇടങ്ങളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പ്രവചനാതീതമായി മാറുന്ന പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രത പാലിക്കാനാണ് അധികൃതരുടെ നിർദ്ദേശം. കടൽക്ഷോഭവും ശക്തമായ കാറ്റും കണക്കിലെടുത്ത് കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും ഇന്ന് കർശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരമാലകളുടെ ഉയരം വർദ്ധിക്കാനും തീരപ്രദേശങ്ങളിൽ കടലേറ്റം രൂക്ഷമാകാനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത കൈവിടരുത്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കാനും കടലിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കാനും ഫിഷറീസ് വകുപ്പും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മഴയുടെ തീവ്രത വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് പ്രവചനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെ, അതായത് ജൂൺ 23, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ വീണ്ടും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തുടർച്ചയായി ഉണ്ടാകുന്ന മഴ മുന്നറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത് കാലവർഷം സംസ്ഥാനത്ത് പിടിമുറുക്കിയിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഇതിന് പിന്നാലെ ജൂൺ 25 പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൂട്ടൽ. ചെറിയ ഇടവേളകളിൽ ഉണ്ടാകുന്ന ഈ മഴപ്പെയ്ത്ത് മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും കാരണമാകുമോ എന്ന ആശങ്കയും ശക്തമാണ്. ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വെള്ളം കയറാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാനും അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറായിരിക്കാനും അധികൃതർ ആവശ്യപ്പെടുന്നു. മലയോര മേഖലകളിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് മഴയുടെ വിതരണത്തിൽ വലിയ വ്യത്യാസമാണ് ഇത്തവണ കാണപ്പെടുന്നത്. പലയിടങ്ങളിലും പെയ്യുന്ന അതിശക്തമായ മഴ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നുണ്ട്. ഡാമുകളിലെ ജലനിരപ്പും അതീവ ശ്രദ്ധയോടെയാണ് അധികൃതർ നിരീക്ഷിച്ചു വരുന്നത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. സംസ്ഥാനത്തെ നദികളിലും ജലാശയങ്ങളിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ നദീതീരങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം. മഴക്കെടുതികൾ നേരിടാൻ ജില്ലാ ഭരണകൂടങ്ങളെല്ലാം തന്നെ കൺട്രോൾ റൂമുകൾ സജ്ജമാക്കി കഴിഞ്ഞു. എന്ത് അടിയന്തര സാഹചര്യവും നേരിടാൻ സംസ്ഥാനം സജ്ജമാണെന്നാണ് അധികൃതർ നൽകുന്ന ഉറപ്പ്. ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ശക്തമായ മഴയാണ് പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുന്നതും വൈദ്യുതി ലൈനുകൾ പൊട്ടി വീഴുന്നതും നിത്യസംഭവങ്ങളായി മാറിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ശ്രദ്ധയോടെ വേണം ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടേണ്ടത്. ഒറ്റപ്പെട്ട മഴയല്ല, മറിച്ച് വ്യാപകമായ മഴയാണ് സംസ്ഥാനത്താകെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ ഗൗരവത്തോടെ കാണണമെന്നും കിംവദന്തികൾ പ്രചരിപ്പിക്കരുതെന്നും സർക്കാർ അറിയിക്കുന്നു. മഴക്കെടുതികൾ സംബന്ധിച്ച വിവരങ്ങൾ ഔദ്യോഗിക ചാനലുകൾ വഴി മാത്രം അറിയാൻ ശ്രദ്ധിക്കുക. എൽനിനോ ചതിച്ചതോടെ സംസ്ഥാനത്ത് 28% മഴയുടെ കുറവെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്. സംസ്ഥാനത്ത് ഈ വർഷം കാലവർഷം പരക്കെ ദുർബലമാണ്. പലയിടത്തും മഴ ലഭിക്കുന്നുണ്ടെങ്കിലും പോയ വർഷങ്ങളെ അപേക്ഷിച്ചുള്ള ഒരു കാലവർഷത്തിന്റെ ശക്തി ഇപ്പോഴും, അല്ലെങ്കിൽ അത്രയും തീവ്രതയുള്ള മഴ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കാലവർഷ കണക്കുകൾ ഈ വർഷത്തെ സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മഴയുള്ള 2 മേഘാലയ ഗ്രാമങ്ങളായ മൗസിൻ റാമിലും ചിറാപുഞ്ചിയിലും മഴ ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണ്. ജൂൺ 21 ഞായറാഴ്ച ഒറ്റ ദിവസം കൊണ്ട് മൗസിൻ റാമിൽ 53 സെന്റിമീറ്റർ മഴ പെയ്തു. ഇതേ കാലയളവിൽ ചിറാപുഞ്ചിക്ക് സമീപമുള്ള സ്ഥലത്ത് 47 സെന്റിമീറ്റർ മഴ പെയ്തു.
എങ്കിലും 1000 കിലോമീറ്റർ പടിഞ്ഞാറ് വിദർഭയിൽ കടുത്ത ഉഷ്ണതരംഗം അനുഭവപ്പെടുന്നു. ഇന്ത്യ ഒരേ സമയം 2 സീസണുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ജൂൺ 22-ന് ഈ വിചിത്രമായ പിളർപ്പ് മൂർച്ഛിക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് തന്നെ പ്രതീക്ഷിച്ചിരുന്നു. വടക്കു കിഴക്കൻ മേഖലയാണ് ഏറ്റവും മോശം അവസ്ഥയിലേക്ക് നീങ്ങുന്നത്. അസമിലും മേഘാലയയിലും ഒരു ദിവസം 20 സെന്റിമീറ്റർ കൂടുതൽ അല്ലെങ്കിൽ അതിശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അരുണാചൽ പ്രദേശിലും പശ്ചിമ ബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിലെ ഉപ-ഹിമാലയൻ മേഖലകളിലും കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ജൽപൈഗുരി, കൂച്ച് ബെഹാർ തുടങ്ങിയ ജില്ലകളിലാണ് ഇപ്പോൾ തന്നെ വെള്ളത്തിനടിയിലായിരിക്കുന്നത്. ഈ ദുർബലമായ കുന്നുകളിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലുകളും ഇപ്പോഴും യഥാർത്ഥ ഭീഷണിയാണ്. 2 കാരണങ്ങളുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വരുന്ന ഈർപ്പം നിറഞ്ഞ കാറ്റ് ഹിമാലയൻ താഴ്വരകളിൽ അടിക്കുമ്പോൾ മുകളിലേക്ക് നീങ്ങുന്നു. അവ ഉയരുമ്പോൾ തണുത്ത് നനഞ്ഞ സ്പോഞ്ച് പോലെ വെള്ളം പിടിഞ്ഞെടുക്കുന്നു. ശാസ്ത്രജ്ഞർ ഇതിനെ ഓറോഗ്രാഫിക് ലിഫ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഇതിനു പുറമെ നിരവധി സൈക്ലോണിക് രക്തചംക്രമണങ്ങൾ അല്ലെങ്കിൽ ഉയർന്നു വരുന്ന കറങ്ങുന്ന വായുവിന്റെ ഭ്രമണ നിരകൾ ഈ പ്രദേശത്തിരുന്ന് മഴയന്ത്രത്തെ പ്രവർത്തിപ്പിക്കുന്നു. വൈകുന്നേരത്തോടെ ഡൽഹിയിൽ ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കുന്ന നേരിയ മഴ പെയ്യുമെന്നും പ്രതീക്ഷിക്കാം. പടിഞ്ഞാറൻ രാജസ്ഥാൻ ഒരു പൊടിക്കാറ്റിന് ഒരുങ്ങുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ബീഹാറും രാജസ്ഥാനും ഇടിമിന്നലോടുകൂടിയ കൊടുങ്കാറ്റിനെയും നേരിടുന്നുണ്ട്. മുന്നറിയിപ്പില്ലാതെ ഉയരുന്നതും കുറഞ്ഞത് 1 മിനിറ്റെങ്കിലും നീണ്ടു നിൽക്കുന്നതുമായ ശക്തമായ കാറ്റ് ജൂൺ 23-ഓടെ മഹാരാഷ്ട്ര, തെലങ്കാന, ഒഡീഷ, ജാർഖണ്ഡ്, ബീഹാർ എന്നിവിടങ്ങളിലേക്ക് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എത്തുമെന്നും കൊങ്കൺ മുതൽ ഗോവ വരെയുള്ള പടിഞ്ഞാറൻ തീരം കൂടുതൽ നനവുള്ളതായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ആഴ്ചകളോളം അസമും മന്ദഗതിയിലുള്ളതുമായ തുടക്കത്തിന് ശേഷം ഒടുവിൽ ആശ്വാസം ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളിലെ താമസക്കാർക്ക് ദിവസം മുഴുവൻ തത്സമയ ജില്ലാ മുന്നറിയിപ്പുകളും ട്രാക്ക് ചെയ്യാൻ കഴിയും. ഏതായാലും നിലവിൽ ഇന്ത്യയിൽ 2 തരത്തിലുള്ള കാലാവസ്ഥയിലൂടെയാണ് ഒരുപോലെ കടന്നു പോകുന്നത്. പലയിടത്തും അതിശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പലയിടത്തും ഉഷ്ണതരംഗം വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലും ഈ കാലാവസ്ഥ തകിടം മറിയാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ കൃത്യമായി പറയുന്നത്.